ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഈ ഇസ്ലാം എന്ന മതത്തിന് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ പെട്ടതാണ് ഒന്ന്, ഭയം. ഒരാളിൽ ഭയം ജനിപ്പിക്കുക, ആ ഭയത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു തരം വിധേയത്വമായിരിക്കും പിന്നീട് അയാളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ പലതരം സൈക്കോ ത്രില്ലറും കണ്ടിട്ടുണ്ട്. ഈ മൂവിക്കകത്ത് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറെ കാലം ഒരാളുടെ കൂടെ കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ അദ്ദേഹത്തോടുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാകാറുണ്ട്. പിന്നെ രണ്ട്, ഭയപ്പെടുത്തുക. ഇപ്പോൾ ഞാൻ രാക്ഷസൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു. അപ്പം ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് ക്ലാസ്സിലുള്ള കുട്ടികളെ ഇങ്ങനെ എൻകറേജ് ചെയ്യുന്ന സമയത്ത് സർ ഇങ്ങനെ പറയും, നമ്മൾ ഭയക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ എതിരാളി കൂടുതൽ ശക്തനാകും. കാരണം ഭയം വീക്ക്നെസ് ആണ്, അതുകൊണ്ട് അതിൽ പിടിച്ചു കയറും. അപ്പൊ നമ്മൾ ഏത് സാഹചര്യങ്ങളെയും പ്രതിരോധിക്കത്തക്ക രൂപത്തിലുള്ള ഒരു ധൈര്യം നമ്മൾ സംഭരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ഇസ്ലാം എല്ലാ കാലത്തും മനുഷ്യനെ ഭക്തിയിൽ തളച്ചിട്ടിരുന്നത് ഒന്ന്, ഭയപ്പാടിലൂടെയായിരുന്നു. അതായത് അള്ളാഹുവില് വിശ്വസിക്കണം, വിശ്വസിക്കാത്ത ആൾക്കാരെയൊക്കെ കഴുത്ത് വെട്ടിക്കൊള്ളുക. അപ്പം അന്ന് ഒരുപക്ഷെ വാളും കത്തിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാലം ഏറെ പുരോഗമിച്ചു. നൂതനമായ ഒരുപാട് സംവിധാനങ്ങൾ ഈ ആധുനിക കാലത്ത് മനുഷ്യന്റെ കയ്യിലുണ്ട്. ഒരു സെക്കൻഡുകൾ കൊണ്ട് നൊടിയിടയിൽ മനുഷ്യൻ കാഞ്ഞു പോകുന്ന, ഞൊടിയിടയിലുള്ള, നമുക്കറിയാൻ പോലും സാധിക്കാത്ത ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് IS പോലെയുള്ള ഭീകരവാദികൾ, തീവ്രവാദികൾ ഈ വാള്, കത്തി ഇത് തന്നെ ഉപയോഗിക്കുന്നത് എന്തിനാ? മനുഷ്യനെ ഇങ്ങനെ പിടിക്കുന്നു, കഴുത്തിന്റെ അവിടുത്തെ വെയിൻ തന്നെ കട്ട് ചെയ്യുന്നു, മനുഷ്യൻ കിടന്ന് പിടയുന്നു, അത് വീഡിയോ പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നു, ഭയപ്പെടുത്തുക. ഇത് ഒരുതരം സൈക്കിക്കാണ് ഇവര്. അതായത് ഈ മതം വളരണമെങ്കിൽ ഭയപ്പാടിലൂടെ അതിനൊരു ആത്മാർത്ഥത ഉണ്ടാകുമോ? അതിന്റെ പേരല്ലേ ഞെക്കിപ്പഴിപ്പിക്കൽ. ഈ ഞെക്കിപ്പഴിപ്പിക്കുന്നതിന് എപ്പോഴെങ്കിലും മധുരം ഉണ്ടാകാറുണ്ടോ? അതായത് ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ മതത്തെ കുറിച്ച് അറിയാം. ഈ മതത്തിനെതിരെ ഒരു അക്ഷരം പോലും പറയാൻ അവർ തയ്യാറാകാത്തത് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ധാരണയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മറ്റു കുറച്ച് ആൾക്കാര് നരകം, അള്ളാഹു കത്തിയെരിയുന്ന നരകത്തിലിട്ട് തീ കത്തിക്കും, അള്ളാഹു എണ്ണയിലിട്ട് തന്തൂരി പോലെ പൊരിച്ചെടുക്കും, അതല്ലെങ്കിൽ ഗ്രിൽഡ് പോലെ കമ്പിയിൽ വെച്ചിട്ട് പഴുപ്പിക്കും. അതൊന്നും നമ്മുടെ തൊലിക്ക് താങ്ങാൻ കഴിയില്ല. തന്നെയുമല്ല, അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഖുർആനില്, ഒരു തവണ അള്ളാഹു കരിക്കും, അത് കഴിയുമ്പോൾ അള്ളാഹു അടുത്ത സെക്കൻഡിൽ പുതിയ തൊലി തരും. കാരണം തൊലി ഇരിക്കുമ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലും വീണ് പൊട്ടി മുറിഞ്ഞു, അപ്പൊ ആ തൊലി അവിടെ ഇരിക്കുന്നതോറും ആ തൊലി പിന്നെയും അത് മാംസത്തിൽ തട്ടി നമുക്ക് വേദന ഉണ്ടാക്കും. നമ്മൾ പതിയെ ഒരു നെയിൽ കട്ടർ വെച്ചോ, ഒരു ബ്ലേഡ് വെച്ചോ, ഒരു കത്രിക വെച്ചോ ആ ഭാഗം അടർന്നു പോയ തൊലി അങ്ങ് കട്ട് ചെയ്ത് കളയും. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, കുഴപ്പമില്ല. അതുപോലെ തൊലി ഉള്ളപ്പോഴാണ് നമുക്ക് ഈ വേദന അനുഭവപ്പെടുക. അത് മനസ്സിലാക്കിയ പഠിച്ചോൻ പറഞ്ഞു, നമുക്ക് പിന്നീട് അടുത്ത ദിവസം അടുത്ത തൊലി അള്ളാഹു തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അള്ളാഹു ശിക്ഷിക്കുക. ഈ പഠിച്ചോൻ വിചാരിച്ചിരുന്നെങ്കിൽ ലോകം മുഴുവനും ഇസ്ലാം ആകില്ലായിരുന്നോ, മുസ്ലിങ്ങളാകില്ലായിരുന്നു. എന്നിട്ടും ആ പഠിച്ചോൻ അങ്ങനെ വിചാരിക്കാതെ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം സന്മാർഗം നൽകി മറ്റൊരു വിഭാഗം ആൾക്കാരെ അള്ളാഹു നരകത്തിനായി മാത്രം സൃഷ്ടിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ പറയുന്നത്, ഒരു വിഭാഗം ആൾക്കാരെ അള്ളാഹു വിചാരിച്ചത് കൊണ്ടാണ് സ്വർഗക്കാരാക്കാൻ പറ്റിയത്, മറുവിഭാഗത്തെ നരകക്കാരാക്കാൻ പറ്റിയതും അള്ളാഹു വിചാരിച്ചത് കൊണ്ടാണ്. ചുരുക്കത്തിൽ ഇതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ആണ്. ഇതിന്റെ കൺട്രോളർ അള്ളാഹു ആണ്. ഇതിന്റെ കൺട്രോൾ അള്ളാഹുവിന്റെ കൈകളിലാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളെ എണ്ണയിലിട്ട് മുക്കിപ്പൊരിക്കാൻ കഴിയുന്നത്? എന്തായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. നോക്കാം. സൂറത്തുൽ ഫുർഖാനിൽ നരകത്തിലെ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ചങ്ങലകളിൽ ബന്ധിതരായി ഞങ്ങളുടെ നാശമേ എന്ന് വിളിച്ച് കരയുന്ന സത്യനിഷേധികളും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവരുമായ ആളുകളുടെ അവസ്ഥയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്, നബിയെ ജനങ്ങളോട് ചോദിക്കുക, അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലതി വഅദൽ മുത്തഖൂൻ,
ആ കത്തിയാളുന്ന നരകാഗ്നിയാണോ അതല്ല മുത്തഖീങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗമാണോ ഖൈറ് എന്ന് നിങ്ങൾ പറയുക. തീർച്ചയായും നാം പറയും സ്വർഗമാണ് ഖൈറ് എന്ന്. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഉലമാക്കൾ പറയുന്നത്, നിങ്ങൾക്കൊരു തെറ്റ്, ഒരു ഹറാമ് ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശമുണ്ടാകുമ്പോൾ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ മനസ്സിനോട്. അഥവാ അദാലിക ഖൈറുൻ, ആ നരകമാണോ ഖൈറ്, അതല്ല വിശ്വാസികൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രവിശാലമായ സ്വർഗലോകമാണോ ഖൈറ് എന്ന് എപ്പോഴും നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ചോദിക്കണം. എങ്കിൽ ഹറാമുകളിൽ നിന്ന്, നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതായത് എങ്ങനെയാണ് നരകക്കാരനാകുന്നത്, എങ്ങനെയാണ് സ്വർഗക്കാരനാകുന്നത്? ഒരാള് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചാൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കെതിരെ പ്രവർത്തിച്ചാൽ, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോയാൽ അള്ളാഹു നമ്മളെ നരകത്തിലാക്കും. ഇനി ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു കള്ള് ഷാപ്പ്, അതല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ബാറ്, അവിടെ ഇപ്പം ഞങ്ങൾ 2 പേര് നടന്നു പോകുന്നു. ഒരാൾക്ക് അങ്ങോട്ട് കയറി കള്ളൊക്കെ ഒന്ന് കുടിക്കണം എന്ന് തോന്നുന്നു. ഈ തോന്നിപ്പിക്കുന്നത് ആരാ? ഒരു പഴുത്ത ഇല പോലും അള്ളാഹു അറിയാതെ അനങ്ങില്ല എന്ന് പറഞ്ഞ ഖുർആൻ. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഒറ്റ സമുദായമാക്കി ഹിദായത്തിൽ, അതായത് സന്മാർഗത്തിലാക്കിക്കൊണ്ട് സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന് അതിന്റെ പിന്നിൽ പ്രത്യേകം ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ പല ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് എന്ന് പറയുന്ന ഖുർആൻ മുൻനിർത്തിയാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? 4 കാര്യങ്ങളാണ് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതിലൊന്ന് അവൻ എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അവൻ എന്ത് പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, എത്ര പ്രവർത്തിക്കണം, ആരോട് പ്രവർത്തിക്കണം, ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അള്ളാഹു. പിന്നെ രണ്ടാമതായിട്ട് അവന്റെ ഭക്ഷണം. ഓരോ അരിമണിയിലും പേരെഴുതുന്നതിനേക്കാൾ എത്രയോ എളുപ്പമായിരുന്നു അള്ളാഹുവിന് അവനങ്ങ് സന്മാർഗം നൽകുന്നത്. പിന്നെ അവന്റെ ആയുസ്, അവൻ എപ്പോൾ മരിക്കും, ഒക്കെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുവാണ്. തന്നെയല്ല, 4-മതായി അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നത് അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ. അപ്പോൾ ഒരാള് കള്ളു കുടിച്ച് ഉന്മത്തനായി ആ ബാറോ കള്ളു ഷാപ്പോ ഒക്കെ തല്ലിപ്പൊളിച്ച് ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ച് അടുത്തവന്റെ പള്ളക്ക് കയറ്റി, അങ്ങനെയൊക്കെ ആകണം എന്ന് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ രേഖപ്പെടുത്തലിനനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനല്ലേ? കാരണം അള്ളാഹു എഴുതി വെച്ചത് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അള്ളാഹു കള്ളനാവൂലേ? ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും അള്ളാഹു എഴുതി വെച്ചത് വേറെ ആരും കാണത്തില്ലല്ലോ, അള്ളാഹുവിനറിയാമല്ലോ, വേണമെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് അവന് ജീവിച്ചൂടെ. പക്ഷേ ബാറിൽ പോകണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എന്റെ രക്ഷിതാവ് എഴുതി വെച്ചതിനനുസരിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ, എല്ലാ ചീത്ത കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ. പിന്നെ സ്വർഗവും നരകവും സൃഷ്ടിച്ചതുകൊണ്ട് എന്താണ് മെച്ചം? ഇവരിങ്ങനെ ഹറാമിന്റെയും ഹലാലിന്റെയും പിന്നാലെ നടന്ന് സ്വർഗത്തെയും കുറിച്ച് പ്രലോഭിപ്പിക്കുകയും നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് ഈ മതം ഇനി എത്ര നാൾ ഇങ്ങനെ ഇവരുടെ കൈകളിൽ ഉണ്ടാകും? നന്ദി.